ഉസ്താദ് ഈ രചനാ രംഗത്തെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ ദർസ് രംഗത്ത് നിന്ന് മാറി പിന്നെ വിശ്രമ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് രചനാ രംഗം തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പൊ ഈ രചനകൾ എത്രത്തോളം നമ്മളിപ്പോ കഴിഞ്ഞു, എത്ര പുസ്തകങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്, എത്ര കിതാബുകൾ? 12 പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സംസ്കാര പാഠശാല. ആദ്യമായി ഞാൻ എഴുതിയത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമ ഒരു പഠനം എന്ന. അപ്പൊ അതെന്താണ് അതിനകത്ത് വിഷയം? അതിൽ സിനിമന്റെ മൊത്തത്തില് സിനിമയെ സംബന്ധിച്ച് ബാധിക്കുന്ന അതിലുള്ള അഭിനയം, അതിലുള്ള സംഗീതം, അതിലുള്ള പാട്ടുകൾ, അതിന്റെ സാമ്പത്തിക രംഗം, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഇസ്ലാമികമായ അതിന്റെ മാനം വിശദീകരിക്കുന്ന ഒരു ഒരു പുസ്തകമാണ് ഇസ്ലാം സിനിമ ഒരു പഠനം. ഇൻഷാ അല്ലാഹ് പുസ്തകം കണ്ടിട്ടില്ല, എങ്കിലും നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ അതിനകത്തുനിന്ന് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ആ സിനിമയുമായി മുസ്ലിമീങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റൂല എന്നുള്ളത് തന്നെ. അതിലെ ഇപ്പൊ അഭിനയം, ഉദാഹരണമായി പറഞ്ഞാൽ അഭിനയം, ഒരു രംഗം, ഒരു സ്ത്രീയും പുരുഷനുമായി ഒരു രംഗം, ഒരു പ്രേമ രംഗം ഒരിക്കലും തന്നെ അഭിനയിക്കാൻ പറ്റൂലല്ലോ. അതുപോലെ തന്നെ സ്ത്രീകളെ കാണലും അന്യ സ്ത്രീകളെ കാണാനും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടു പോകാൻ ഒരു മുസ്ലിമിന് കഴിയൂല എന്ന് സമർത്ഥിക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിന്റെ അനന്തരഫലം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. വേറെ കാര്യം അതിന്റെ ചർച്ചകളൊക്കെ അതൊക്കെ വെറുതെ പറയാം. കുറച്ച് ദിവസം പത്രങ്ങൾ ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് പോവുകയും ചെയ്യും. ഇപ്പൊ ഇത് അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രതികൂലിക്കുന്ന ആളുകൾ തന്നെ ഉള്ളിൽ അതിനെ അനുകൂലിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ചാനലുകൾക്കൊക്കെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി അവര് നമ്മളെ കടയിൽ അഭിനയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരിപ്പോ ഒരു ആണും പെണ്ണും അങ്ങനെ കുഴപ്പമില്ല എന്നുള്ള ആ ലോകത്തേക്ക് ലോകം കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു പെണ്ണ് ഒരു സ്ത്രീയുമായി നേരം പുലർന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രേമ രംഗം അഭിനയിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെയായാലും അവൻ രാത്രി പോയി വാതിൽ മുട്ടാതിരിക്കൂല. നമുക്ക് അറിയുന്നതാണ്. അതുപോലെ പറഞ്ഞാൽ ആവശ്യമില്ല. അതെ. അപ്പൊ ഉസ്താദേ, അപ്പൊ എത്ര ഉസ്താദിന്റെ രചനകൾ? 12 അവസാനം പിന്നെ ഏത് പുസ്തകത്തിലാണ് ഉസ്താദ് ഇപ്പൊ ഞാനുള്ളത്? ഞാനിപ്പോ ഒരു അറബി കിതാബ് രചനയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അൽഹംദുലില്ലാ, അത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം നമ്മൾ ഈ പള്ളി ദർസിലൊക്കെ ഇപ്പോൾ അതുപോലെ ഒരു 3-4 വർഷമൊക്കെ ഒരു ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിചാരിതമായി അവർക്ക് ദർസിൽ നിന്ന് വിരമിക്ക് പോകേണ്ട ഒരവസ്ഥ വന്നാൽ അവരിപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണ് പഠിച്ചിട്ടുണ്ടാവുക? സാധാരണഗതിയിൽ മീസാന്, സജ്ജാന്, അജനാസ്, അൽഫി അങ്ങനെ പോകും. അതുപോലെ തന്നെ ഖുലാസ അല്ലെങ്കിൽ അല്ലെങ്കിൽ 10 അങ്ങനെ പോയി. അപ്പോൾ അതൊക്കെ അതുവരെ പഠിച്ച ഒരു കുട്ടിക്ക് ഇസ്ലാമിൻ്റെ സുമൂലിയത്ത്, ഇസ്ലാമിൻ്റെ സർവ്വവ്യാപിയായാലും ഒരു മതമാണല്ലോ ഇസ്ലാം, അതിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളൊന്നും അവനക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു സീനിയർ വിദ്യാർത്ഥിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വിഹക വീക്ഷണം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം, അഥവാ ഖസായിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സവിശേഷതകൾ എന്ന ശീർഷകത്തിൽ ഒരു കിതാബാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ ഹുവിയത്തി അൽ ഇസ്ലാം എന്നാണ്. ഹുവിയത്തി അൽ ഇസ്ലാം, എൻ്റെ ഐഡൻറ്റി ഇസ്ലാം ആകുന്നു. അപ്പോൾ അവൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അവൻ്റെ നടപ്പ്, ഇരിപ്പ് എല്ലാം തന്നെ ഇസ്ലാമിക കൊണ്ടുവെക്കാൻ ഇപ്പോൾ ഇസ്ലാം പ്രകൃതിയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, അതുപോലെ തന്നെ ഭൂമിയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു, അതുപോലെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ പറ്റി എന്താണ് പഠിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊരു സമഗ്രമായ പഠനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് ഏറ്റെടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഹുവിയത്തി അൽ ഇസ്ലാം, എൻ്റെ ഐഡന്റിറ്റി ഇസ്ലാം ആകുന്നു എന്നാണ് അതിന്റെ പേര്. അതെ, അതായത് എൻ്റെ ഐഡന്റിറ്റി ഇസ്ലാമിനെ കുറിച്ച് എന്നിൽ എന്തെല്ലാം
ഉണ്ട്, ഉണ്ടാവണം. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ച് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി ചോദിച്ചാൽ പോലും പറയാനില്ലാതെ കൈമലർത്തുന്ന ഒരു അവസ്ഥയാണെന്ന് വരുന്നത്, ഒന്ന് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ദർസിൽ പഠിക്കുന്ന കുട്ടി അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട കുറേ ഇസ്ലാമികമായ അടിസ്ഥാന ആ കിതാബ് ഉസ്താദ് പരിചയപ്പെടുത്തുന്നു. വളരെ സന്തോഷം തോന്നുന്നു. അൽഹംദുലില്ലാഹ് ഓരോ പോയിന്റുകളും അത് ഓരോ ദർസ് വിദ്യാർത്ഥികളും കൈപ്പുസ്തകമായിട്ട് സൂക്ഷിക്കേണ്ടതും അവൻ്റെ ഐഡന്റിറ്റി ആയിട്ട് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതുമായ പുസ്തകങ്ങളാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ഓരോ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് നിസ്കാര പാഠശാല എന്ന് പറയുന്നത് അവൻ 5 നേരം നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരത്തിൻ്റെ അതിൻ്റെ മർമ്മം അറിഞ്ഞ് അതിൻ്റെ ലബ്ധത്തറിഞ്ഞ് നിസ്കരിക്കാനുള്ള പുസ്തകങ്ങളാണ് ഈ പറഞ്ഞ ഓരോ പുസ്തകങ്ങളും. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായതും ഈ പഴയ തലമുറ നമുക്ക് തരുന്ന ആ വെളിച്ചം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ ഉപകാരപ്പെടും. എല്ലാവരും ഇത് സ്വീകരിക്കണമെന്നും പ്രത്യേകിച്ച് അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. ഈ കാലഘട്ടത്തിലെ നല്ല ജനങ്ങളെ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.